നമസ്കാരം. നമസ്കാരമുണ്ട്. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് രാജൻ എന്നാണ്. എവിടെ സ്വദേശം? ഇവിടെ മാള കൊച്ചുകടവ്. കൊച്ചുകടവ്. ഈ വർക്ക് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 7 വർഷത്തോളം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം. എങ്ങനെയുണ്ട് വർക്ക്? കൂടുതലുണ്ടോ? വർക്ക് ഇഷ്ടം അധികമുണ്ട്. ഉണ്ടല്ലോ. പിന്നെ അത് കൂടാതെ ഈ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് പുല്ല് കട്ടിങ് ഉണ്ട്. അത് ഇതുപോലെ ലോൺ കട്ട് ചെയ്യും. പിന്നെ ഈ ആവശ്യക്കാർക്ക് പുല്ല് വെട്ടിക്കൊടുക്കും. അതിപ്പോൾ ദേവാലയങ്ങളായാലും ഇപ്പോൾ കുഴൂരമ്പലത്തിലേക്ക് ഞാൻ ഫ്രീ ആയിട്ട് പുല്ല് വെട്ടിക്കൊടുത്ത് ക്ലീനാക്കി കൊടുത്തു. ഒരു ദിവസം സേവനമായിട്ട് ചെയ്തു കൊടുത്തു. പിന്നെ അത് കൂടാതെ ആവശ്യക്കാർക്ക് ഇങ്ങനെ. ഇത് വേനൽക്കണോ വർഷത്തിനോ കൂടുതൽ ഈ പണി? അങ്ങനെയില്ല. ഒരു വേനലാവുന്ന ഒരു മാർച്ച് ഏപ്രിൽ ചൂടുകാലം വരുമ്പോൾ ഇത്ര വർക്ക് ഇത്ര ഡിമ്മാവും. പക്ഷേ ഈ കട്ടിങ് മാത്രമേ ഡിമ്മാവുള്ളൂ. ആ സമയത്ത് മറ്റേ പ്ലാന്റിങ്ങാണ് കൂടുതലും വരാറ്. പുല്ല് വയ്ക്കൽ, പുല്ല് വിരിച്ചു കൊടുക്കൽ, പിന്നെ ചെടികൾ നട്ട് കൊടുക്കൽ, അങ്ങനെയുള്ള വർക്കുകൾ കൂടുതലായിട്ട് ഈ ചൂടുകാലത്ത് കിട്ടും. ഇതെങ്ങനെ വർഷത്തിൽ ഇങ്ങനെ കൂലി കൂട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ കൂലി അങ്ങനെ കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ എടുക്കാറ്. അതിപ്പോൾ ലോൺ പുല്ല് കട്ടിങ് ആയാലും ചെടികളെ ഷേപ്പ് ചെയ്യലായാലും അത് എല്ലാ വർക്കുകളും കോൺട്രാക്ട് ബേസിൽ നമ്മൾ എടുക്കാറ്. ഇത് നിങ്ങൾ 7 കൊല്ലം മുമ്പ് എവിടെ പോയിട്ടാണ് പഠിച്ചത്? ഇത് ഞാനവിടെ ആദ്യം ഒരു നഴ്സറി ഫാമിലാണ് വർക്ക് ചെയ്തത്. പിന്നെ അതിനുശേഷം എൻ്റെ ചെടികളെക്കുറിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ മണ്ണുത്തിൽ ഒരു കോഴ്സ് ഉണ്ടായി. ആ കോഴ്സിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെയാണ് ഈ ചെടികൾ വിവിധ മോഡലിൽ ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യാപകമായത്. മണ്ണുത്തി പോയി പഠിച്ച കൂടിയാണ്. ഈ തൊഴിൽ രംഗത്ത് വന്നിട്ട് എങ്ങനെ മാനസികമായിട്ട് സന്തോഷമാണോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടോ? സന്തോഷമാണോ? ഇപ്പോൾ ഇത് വേണ്ടായിരുന്നു, വേറൊരു തൊഴിലിലേക്ക് പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫീൽഡാണത്. നമുക്ക് ചെടികളായിട്ട് ഇടപഴകാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ അതിൻ്റെ കാര്യങ്ങളും കാണുമ്പോഴും ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഷേപ്പ് ചെയ്ത് നല്ല മോഡലാക്കി ഇങ്ങനെ നിർത്തി കഴിയുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിന് ഭയങ്കര ഒരു ആനന്ദമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫീൽഡിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഭാര്യയും മകനും മാത്രമേ ഉള്ളൂ. മകൻ എത്രയാണ് പഠിക്കുന്നത്? മകൻ +2 കഴിഞ്ഞു. അപ്പോൾ ITയിൽ പോകണം. അവിടെ വലിയ ചാലക്കുടിയിൽ പഠിക്കുകയാണ്.
ഞാനിപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടമേലാണ് നിൽക്കുന്നത്. വടമേൽ കണ്ണമ്പള്ളി നമ്മുടെ ഹോളി ഗ്രേസ് മുൻ ചെയർമാൻ ജോസ് കണ്ണമ്പള്ളിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വർഷമായി ഇങ്ങനെ എല്ലാ കൊല്ലവും അങ്ങനെ വരാറുണ്ട് അവർ? ഇവിടെ ഒരു 6 മാസം കൂടുമ്പോൾ ഞാനിവിടെ വന്ന് ഇങ്ങനെ പണികൾ ചെയ്യും. ഇതുപോലെ ഷേപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കി പോകും. അത് സാറ് വിളിച്ചിട്ടാണോ വരുന്നത്? അല്ലാണ്ട് നമ്മൾ 6 മാസത്തുമ്പോൾ അങ്ങനെ ഒരു ദിവസം വരുമോ? അവരെ വിളിക്കാണ്ട് തന്നെ നമ്മൾ വരും. നമുക്കറിയാമല്ലോ ഒരു ചെടിയുടെ ഗ്രോത്ത് അനുസരിച്ച് അതറിയാം അതനുസരിച്ച് നമ്മൾ വന്ന് പോകും. പിന്നെ അർജൻറ്റൊക്കെ ആണെങ്കിൽ ഇവർ വീട്ടുകാർ വിളിക്കും. അപ്പോൾ നമ്മൾ വന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ജോസ് സാറിൻ്റെ വീട്ടിൽ എത്ര വർഷമായി വന്നിട്ട്? ഒരു 4 വർഷത്തോളം ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വന്ന്. എങ്ങനെയാലും ഈ ജോലിയിൽ ഹാപ്പിയാണ് ആൾ? ഹാപ്പിയാണ്. ഇത് കട്ടി കൂടിയ തണ്ടുകളൊക്കെ കട്ട് ചെയ്യാനുള്ള ഇത് അതിന് ഏകദേശം എത്ര രൂപ വരും അതിന് വില? ഇതിന് 900 രൂപ വരും. അതെവിടെ കിട്ടുക? ഇത് നമ്മുടെ ഇവിടെ കിട്ടും, ടൗണുകളിൽ കിട്ടും, മാളയിൽ കിട്ടും. പിന്നെ പൂര് ഉണ്ട്. ഇതല്ലേ ഈ ഇരുമ്പ് കടയിലൊക്കെ ഉണ്ടാവും അല്ലേ? എല്ലാ കടയിലും ഉണ്ടാവില്ല. പിന്നെ ഇത് കത്രിക, ഇത് ചെടികളോട്ടാണ് ഷേപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ വെട്ടുന്നുണ്ടെങ്കിൽ ഇത്തരം ആയുധങ്ങൾ വേണം അല്ലേ? ഏകദേശം ഒരു കത്രിക മതി. ഇത് പുതിയ വാങ്ങിച്ചത്. പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ ഇത് വാള് ഇത് ഇത്രയും കനമുള്ള മരങ്ങളൊക്കെ മുറിക്കാനൊക്കെ ഇതുകൊണ്ട് പറ്റും. പിന്നെ ചെറിയ ഈ ചെടികളുടെ അടിവശം കട്ട് ചെയ്യാനൊക്കെ ഞാനിപ്പോൾ അവിടെ ഒരു ചെടി കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ചുകൂടി എളുപ്പമുണ്ട് പണി.
പുൽത്തകിട് വെട്ടി നമ്മൾ ഭംഗിയാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ഇതുപോലെ പുൽത്തകിടി വെട്ടി ഭംഗിയാക്കാനായിട്ട് കഴിയില്ല. ഈ മേഖലയിൽ ഈ ഗാർഡനിങ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പുൽത്തകിടിയുടെ ഈ വർക്ക് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതിപ്പോൾ ഇവിടെ ഈ പുൽത്തകിടിയിലെ ചെടികളെല്ലാം വെട്ടി ഷേപ്പ് ചെയ്തു. ഇപ്പോൾ ഈ പുൽത്തകിടി കൊണ്ട് ഭംഗിയാക്കി പച്ചപ്പ് കളയാതെ പോലെ ഭംഗിയാക്കി വെക്കാൻ പോകണം.